ഞാൻ പലപ്പോഴും ആലോചിച്ച് നോക്കാറുണ്ട് പണ്ടുള്ള നമ്മുടെ ജീവിതത്തെക്കുറിച്ച്. അന്ന് എല്ലാവരും ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലം. വല്യപ്പച്ചൻ, വല്യമ്മച്ചി, പപ്പ, മമ്മി, സഹോദരങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിൽ ജീവിച്ചിരുന്ന കാലം. എത്ര സന്തോഷമായിരിക്കും! ഒരുമിച്ച് പള്ളിയിൽ പോകുക, ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് സുഖദുഃഖങ്ങൾ പങ്കിടുക. എന്നാൽ ഇന്ന് സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും വേറിട്ട് താമസിക്കുകയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുണ്ടാകുന്ന ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങൾ പോലും താറുമാറാക്കുന്ന ജീവിതങ്ങൾ, പ്രത്യേകിച്ച് ലവ് മാരേജ്. എന്നാൽ അവരുടെ പ്രശ്നങ്ങൾ പങ്കുവെക്കുവാൻ, അത് മനസ്സിലാക്കി തിരുത്തുവാൻ സാധിക്കുന്നുണ്ടോ? ആർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറല്ല. മാതാപിതാക്കളുടെ പിടിവാശിക്കിടയിൽ താറുമാറാകുന്ന കുട്ടികളുടെ ജീവിതം, ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സർവ്വസാധാരണമല്ലേ? എന്നാൽ അവിടെയും നമ്മൾ ദൈവത്തെ മറക്കാതെ ആ വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് മുട്ടുകുത്തി പ്രാർത്ഥിച്ചാൽ ജീവിതത്തിൽ വിജയിക്കുവാനും പരസ്പരം മനസ്സിലാക്കുവാനും സാധിക്കും. ജീവിത പ്രശ്നങ്ങളെ മനസ്സിലാക്കി എഴുതിയിരിക്കുന്ന ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് മലയാളത്തിന്റെ അനുഗ്രഹീത ഗായിക സുജാതയാണ്. ശോകമോകമാകുമിൻ മനസ്സിന്റെ വീഥിയിൽ കരുണതൻ വർഷമായി ആർദ്രത തോന്നണേ. നൈവേദ്യമേകിടാൻ അനുതാപവേളയിൽ അനുവാദമേകുമോ അലിവിന്റെ നായക. ശോകമോകമാ മനസ്സിന്റെ വീഥിയിൽ കരുണതൻ വർഷമായി ആർദ്രത തോന്നണേ. അരുതാത്തതൊക്കെയും അറിയാതെ ചെയ്തു പോയി. ഇരുൾ വന്നു മൂടുമെൻ ഏകാന്തയാത്രയിൽ അരുതാത്തതൊക്കെയും അറിയാതെ ചെയ്തു പോയി. ക്ഷമിക്കുവാനാവുമോ എന്നോടൻ ദൈവമേ? ശിക്ഷയേതുമേൽക്കുവാൻ അരികിലായി നിൽപ്പു ഞാൻ. ശോകമോകമാകുമിൻ മനസ്സിന്റെ വീഥിയിൽ കരുണതൻ വർഷമായി ആർദ്രത തോന്നണേ. ആശയറ്റ ജീവിതം കാഴ്ചയായി വച്ചിടാം, കനിവ് തോന്നിയേൽക്കണേ. നൊന്തു നീറുമെന്റെ ആശയറ്റ ജീവിതം കാഴ്ചയായി വച്ചിടാം, കനിവ് തോന്നിയേൽക്കണേ. ശോകമോകമാകുമിൻ മനസ്സിന്റെ വീഥിയിൽ
മോഹം